സകല മനുഷ്യരെയും പാവങ്ങൾക്കായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇപ്പൊ കേരളക്കര മുഴുവനും ഭയങ്കര ചർച്ചാ വിഷയമായി നിൽക്കുന്ന ഒരു വിഷയമാണല്ലോ 6 വയസ്സുകാരി ആയിഷയും 5 വയസ്സും 8 മാസമുള്ള ആയിഷയുടെ നിക്കാഹ് കാര്യം. അതില് പല മുസ്ലിങ്ങൾക്കും പല അഭിപ്രായമാണ്. പല മുസ്ലിങ്ങളെന്നല്ല, പല പണ്ഡിതന്മാർക്കും പല അഭിപ്രായമാണ്. ഇപ്പൊ ഈ 6 വയസ്സുകാരി ആയിഷയുടെ നിക്കാഹുമായിട്ട് ബന്ധപ്പെട്ട് ആ നിക്കാഹ് നടന്നില്ലായിരുന്നെങ്കിൽ പിന്നെ കുഴപ്പമില്ലായിരുന്നല്ലോ. പക്ഷെ നിക്കാഹ് നടക്കുകയും ചെയ്തു. നടക്കുകയും ചെയ്യുക മാത്രമല്ല, അതിന്മേൽ ഇപ്പോൾ ഭയങ്കര കരച്ചിലും പല്ലുകടിയും മുറുമുറുപ്പും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര വിഷമമാണ്. എന്തുകൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഒരു പിടുത്തമില്ല. 6 വയസ്സുകാരി കൊച്ചിന്റെ കാര്യമൊക്കെ പറയുമ്പോഴേ എന്തോ ഇവർക്ക് വല്ലാത്തൊരു വിഷമം പോലെയാണ്. ആയിഷയുടെ നിക്കാഹിൽ പല മുസ്ലിങ്ങൾക്കും ഭയങ്കര വിഷമമാണ്. കാരണം 6 വയസ്സെന്ന് പറയുമ്പോൾ വിഷമം കൂടി 6 വയസ്സെന്ന് പറയുന്നത് നാണക്കേടായിട്ട് വരുന്നുണ്ട്. ഓരോ പണ്ഡിതരും ഓരോ അഭിപ്രായമാണ്. ഇനി വേറെ ഒരു കാര്യം കേട്ടോ, അടുത്ത ഒരാള് CH മുസ്തഫ എന്ന് പറയും, മുസ്തഫ മൗലവി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഖുറാൻ പരിഭാഷയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതിന് പാണക്കാട് ശിഹാബുദങ്ങളുടെ മകൻ മുനർവലി തങ്ങളൊക്കെയാണ് അതിന് ആമുഖമൊക്കെ എഴുതി കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് വിചിത്രമായ ചില ഭാഗങ്ങളുണ്ട്, അത് പിന്നീട് ചർച്ച ചെയ്യാം. ആദ്യമേ നമുക്കിപ്പോ കെട്ടാണല്ലോ, നിക്കാഹാണല്ലോ, ശരിയല്ലേ? ആ നിക്കാഹിലേക്ക് ഒന്ന് നോക്കാം. നിങ്ങൾ മുഹമ്മദ് നബിയെ കുറിച്ച് ഇപ്പോൾ ഒരു പുതിയ എന്താണ് ചർച്ച കേൾക്കുന്നുണ്ട്. 6 വയസ്സുള്ള പെൺകുട്ടിയെ വിവാഹം ചെയ്തു മുഹമ്മദ് എന്ന്. അത് നമ്മുടെ മൗലവിമാരും പ്രസംഗകരും ഒക്കെ പറയും, അന്ന് 6 വയസ്സുള്ള കുട്ടികളെ വിവാഹം ചെയ്യുന്നത് സർവ്വസാധാരണമായിരുന്നു അന്ന് എല്ലാവരും. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സർവ്വസാധാരണമായി നാട്ടിൽ നടക്കുന്ന അനാചാരങ്ങളെ ശരിവെക്കാനാണോ പ്രവാചകന്മാർ വരുന്നത്? അങ്ങനെയാണെങ്കിൽ അവരെങ്ങനെ പ്രവാചകന്മാരാകും? നാട്ടിൽ നടക്കുന്ന ഒരു അനാചാരത്തെ, നാട്ടിൽ നടക്കുന്ന ഒരു അധർമ്മത്തെ നിഗ്രഹിക്കാൻ, ഇല്ലായ്മ ചെയ്യാനാണല്ലോ ഈ പ്രവാചകന്മാർ വരുന്നത്. അതിനെ അനുകൂലിച്ച് എല്ലാവരും 6 വയസ്സുള്ള കുട്ടിയെ കല്യാണം കഴിക്കുന്നു, എന്നാ പിന്നെ ഞാനും കഴിക്കുന്നു പറഞ്ഞാൽ അയാൾ എങ്ങനെ പ്രവാചകനാകും? പ്രവാചകനാകാൻ കൊള്ളില്ലല്ലോ. അങ്ങനെ ഒരു പ്രവാചകൻ ചെയ്യുമോ? ഇത് മനസ്സിലാക്കാനെങ്കിലും ബുദ്ധി വേണ്ടേ വിശ്വാസികൾക്ക്? CH മുസ്തഫ പറയുന്നത് എന്താണ്? 6 വയസ്സിൽ കെട്ടിയിട്ടില്ല, ബാലവിവാഹം നടന്നിട്ടില്ല, അല്ലെങ്കിൽ 6 വയസ്സിലുള്ള കൊച്ചിനെ കെട്ടുന്ന കാര്യം ഒരിക്കലും നടക്കുന്നതല്ല. എന്താണ് തള്ളിമറിക്കുന്നത്? അപ്പൊ 6 വയസ്സിൽ കെട്ടിയില്ല. അപ്പൊ ഇത് ശരിയാണോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി നമ്മൾ പരിശോധിക്കേണ്ട ആവശ്യമുണ്ടല്ലോ, ശരിയല്ലേ? അപ്പോൾ ഇതാരാണ്? ഇത് ശരിയാണോ അല്ലോ എന്ന് പരിശോധിക്കാൻ ഏറ്റവും നല്ല ഒരാളെന്ന് പറയുന്നത് കേരളക്കര മുഴുവനും ഓടി നടന്നുകൊണ്ട് യേശു ദൈവമല്ല, ബൈബിള് ദൈവികമല്ല, ക്രിസ്ത്യാനിറ്റിയിലെ വിവാഹ നിയമങ്ങൾ തെറ്റാണ്, സ്ത്രീകൾക്ക് മൂല്യത കൊടുത്ത ഇസ്ലാമാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന MM അക്ബർ. അദ്ദേഹം കള്ളുപിടിക്കാൻ വേണ്ടിയല്ല, ലക്ഷദ്വീപിൽ ചെന്നപ്പോഴത്തേനും വീട്ടിൽ ചെന്നപ്പോഴത്തേനും കിട്ടിയ കള്ള് നല്ല അബീദൊക്കെ അടിച്ച MM അക്ബർ എന്താ പറയുന്നത് നോക്കിയേ. ഇനി അടുത്ത പ്രശ്നം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹമാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയുമായുള്ള വൈവാഹിക ജീവിതം ആരംഭിക്കുന്നത് 9ാമത്തെ വയസ്സിലാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുമായുള്ള വൈവാഹിക നിശ്ചയം നടക്കുന്നത് 6ാമത്തെ വയസ്സിലുമാണ്. പണിവാളി. അപ്പം അതാണ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഇവർക്ക് തന്നെ ഒരു നിശ്ചയമില്ല. അങ്ങ് പെരുമാറുകയാണ് 6 വയസ്സുകാരി കൊച്ചി ആയിഷേനെ. എന്ത് ചെയ്യാം ഇവരുടെ ഒരു അവസ്ഥയെ. ഇനി അതും വേണ്ട, ഇത് ശരിയാണോ എന്നറിയാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇത് പരിശോധന നടത്താനും ഇസ്ലാമിൽ വേറെ ആളുണ്ട്. വേറെ ആരുമല്ല, MM അക്ബറിന്റെ ശിഷ്യൻ തന്നെയുണ്ട്. ആ ശിഷ്യൻ പറയുന്നത് എന്താണെന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കുക. 21 വയസ്സിലാണ് പെൺകുട്ടിനെ കല്യാണം കഴിക്കേണ്ടത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച കാലഘട്ടത്തിൽ ഈ 9ാമത്തെ വയസ്സിലും 10ാമത്തെ വയസ്സിലും 8ാമത്തെ വയസ്സിലെല്ലാം പെൺകുട്ടികൾ കല്യാണം കഴിക്കപ്പെടുക എന്നുള്ളത് സർവ്വസാധാരണമാണ്. ആയിഷ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് വിവാഹാലോചനകൾ വന്നിരുന്നു. ഇതെന്താണ് കാണിക്കുന്നത്?
പ്രവാചകൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് വേറെ വിവാഹാലോചനകൾ വന്നിരുന്നു. എന്തുകൊണ്ട് വന്നു? 9 വയസ്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 6 വയസ്സ് എന്ന് പറഞ്ഞാൽ, 7 വയസ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ആ പ്രായത്തിൽ ആയിഷയെ കെട്ടിക്കാൻ പറ്റുന്ന സമൂഹത്തിന് തോന്നിയിരുന്നു, ആയിഷ റളിയല്ലാഹു അൻഹയുടെ കുടുംബത്തിന് തോന്നിയിരുന്നു, ബാക്കിയുള്ളവർക്ക് തോന്നിയിരുന്നു. അതുകൊണ്ട് വിവാഹം അന്വേഷിച്ചു വന്നു. കാരണം ഓന് ആയിഷയുടെ വയസ്സ് അങ്ങോട്ട് നിശ്ചയമായിട്ട് പറയാൻ പറ്റുന്നില്ല. ആകെ കൺഫ്യൂഷനാണ്. കൺഫ്യൂഷൻ തീർക്കണമേ എന്നുള്ള പാട്ട് പാടിയിട്ടും കാര്യമൊന്നും ഇല്ലല്ലോ, ശരിയല്ലേ? അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. ഇനിയും ഉണ്ട് പ്രശ്നം. എന്താ അറിയോ, പുള്ളിക്ക് കൺഫ്യൂഷൻ കൂടി 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 ആയിഷയുടെ പ്രായം പിന്നെയും മാറ്റുകയല്ല, ദേ മാറ്റിക്കഴിഞ്ഞു. ദേ കേട്ടു നോക്ക്. എന്നാ 7 വയസ്സുള്ളപ്പോ റസൂലുള്ള നിക്കാഹ് ചെയ്തിട്ട് 2 കൊല്ലം ആയിഷക്ക് ഒരു പിരീഡ് കൊടുത്തത് എന്തിനാ? ഇമാം ബുഖാരിയുടെ ഹദീസ് നോക്കിയാ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 7 വയസ്സുള്ള ആയിഷാനെ നിക്കാഹ് ചെയ്ത് ഇപ്പോൾ ആയിഷയുടെ പ്രായം എത്രയായി? 7 ആയിഷയുടെ പ്രായം 7 സുഹൃത്തുക്കളെ. ഇനിയും പ്രശ്നമാണ്. കാരണം പലരുടെയും പ്രായം പറഞ്ഞുകൊണ്ട് ഒരു ഉസ്താദ് ഇരുന്ന് ഭയങ്കര കരച്ചിലാണ്. നിങ്ങളൊന്ന് കേട്ടു നോക്കണേ. ശ്രദ്ധിച്ച് കേൾക്കണം, കേൾക്കാതിരിക്കരുത്. ശ്രദ്ധിച്ച് കേട്ടിട്ട് വേണം അതിന് മറുപടി. കാരണം 7 വയസ്സ് വരെ ഇപ്പൊ എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത ഒരു കരച്ചിൽ എന്താണെന്നുള്ളത് കേട്ടു നോക്കിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിവാഹപ്രായം മാത്രം ചർച്ചയാക്കപ്പെടുന്നത് എന്തിന്റെ ആവശ്യത്തിനാണ് എന്ന് അല്പമൊക്കെ ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. പക്ഷേ നമുക്ക് വരാം, നമ്മുടെ ഇന്ത്യയുടെ എല്ലാമായ മഹാത്മാഗാന്ധി കസ്തൂർബ ഗാന്ധിയെ വിവാഹം കഴിക്കുമ്പോൾ കസ്തൂർബ ഗാന്ധിക്ക് 13 വയസ്സ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. മഹാകവി കുമാരനാശാന്റെ പത്നിയായ ഭാനുമതിക്ക് എത്ര വയസ്സ്? 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഭാനുമതിയെ മഹാകവി കുമാരനാശാൻ വിവാഹം കഴിക്കുന്നത്. ശ്രീനിവാസ രാമാനുജൻ, അതായത് ഗണിതത്തിലെ വലിയൊരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ജാനകി അമ്മാളിനെ വിവാഹം കഴിക്കുമ്പോൾ ഭാര്യയ്ക്ക് 10 വയസ്സായിരുന്നു. ഹിന്ദുമതാചാര്യനായ ശ്രീരാമകൃഷ്ണൻ പരമഹംസൻ ശാരദബായിയെ കല്യാണം കഴിക്കുമ്പോൾ 5 വയസ്സായിരുന്നു. ഇനി മാമൻപിള്ള, മലയാള മനോരമയുടെ സ്ഥാപകനായ അദ്ദേഹം മാമൻപിള്ള വിവാഹം കഴിക്കുമ്പോൾ ഭാര്യയായ കുട്ടിയമ്മക്ക് 10 വയസ്സായിരുന്നു. നോക്കൂ, കേശവ മേനോൻ, മാതൃഭൂമിയുടെ സ്ഥാപകനും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാവും, അദ്ദേഹം ചെറിയ ബാലികയെയാണ് വിവാഹം കഴിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വലിയ സാമൂഹിക പരിഷ്കർത്താവാണ് കിളിമാനൂർ രാഘവർമ്മ. അദ്ദേഹം പാർവതിബായിയെ കല്യാണം കഴിക്കുമ്പോൾ വെറും 12 വയസ്സ് മാത്രമാണ് പ്രായമുണ്ടായിട്ടുള്ളത്. അതുപോലെ ഗംഗാധരൻ റാവു, അദ്ദേഹം മനുകർണിയെ വിവാഹം കഴിക്കുമ്പോൾ ഭാര്യയ്ക്ക് 13 വയസ്സ് മാത്രമാണ് ഉണ്ടായത്. മഹാദേവ് ഗോവിന്ദ റാനഡെ, അദ്ദേഹത്തിന്റെ ഭാര്യയായ രാമാബായിയെ കല്യാണം കഴിക്കുമ്പോൾ വെറും 8 വയസ്സ് മാത്രമാണ് പ്രായമുണ്ടായിട്ടുള്ളത്. അതുപോലെ മഹർഷി കർവെ, അദ്ദേഹം ഭാര്യയായ ആദ്യത്തെ പത്നിയെ വിവാഹം കഴിക്കുമ്പോൾ വെറും 9 വയസ്സ് മാത്രമാണ് പ്രായമുണ്ടായിട്ടുള്ളത്. ഇങ്ങനെ ചരിത്രത്തിലുടനീളം ഒരു 100-150 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രങ്ങളിലൊക്കെ ഒരുപാട് ശാസ്ത്രജ്ഞന്മാരും എഴുത്തുകാരും രാജാക്കന്മാരും പ്രഗത്ഭരും എന്നല്ല, അന്നത്തെ ഒരു രീതി അങ്ങനെ തന്നെയാണ്. കേട്ടോ, ഓരോരുത്തരുടെ പേര് പറയുന്നുണ്ട്, ഓരോ പണ്ഡിതന്മാരുടെ പേര് പറയുന്നുണ്ട്, ഓരോ ആൾക്കാരുടെ പേര് പറയുന്നുണ്ട്, മാമൻ മാപ്പിളയുടെ പേര് പറയുന്നുണ്ട്, മാതൃഭൂമിയുടെ ആളുടെ പേര് പറയുന്നുണ്ട്, ഇവരെല്ലാവരുടെയും പേര് പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം, ഈ പറഞ്ഞ ഏതേലും പുരുഷന്മാരുടെ പ്രായം എത്രയാണെന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടോ? ഇല്ല. ഇനിയും കെട്ടിയ പെണ്ണുങ്ങളുടെ പ്രായം പറഞ്ഞല്ലോ, സമ്മതിച്ചു. അതിൽ 5 വയസ്സോ 8 മാസോ അല്ലെങ്കിൽ 6 വയസ്സോ ഉള്ളതായിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് ഉസ്താദെ ഈ ഇരുന്നുകൊണ്ട് കുത്തിയിരുന്ന് കരഞ്ഞത്? ഇനി ഇതിനെല്ലാം പരിഹാരം ആര് പറയുന്നുണ്ട്? MM അക്ബർ പറയുന്നുണ്ട്. നിങ്ങളത് കേൾക്കണം, പഠിക്കണം. എന്താണ് MM അക്ബർ പറയുന്നത്? കേട്ടോളൂ. ഇത്തരം വിഷയങ്ങളെ പറയുമ്പോൾ നമ്മൾ ഇവരുടെ ഒരു അവസ്ഥ മനസ്സിലാക്കണം. ഒരവസ്ഥ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ സൂചിപ്പിക്കണത് എന്താണെന്ന് വെച്ചാൽ, എന്ത് പറഞ്ഞാലും ഇപ്പോൾ നമ്മൾ ഒരു വർത്തമാനം പറയുമ്പോൾ എന്താ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായത്? ആയിഷ ബീബി 6 വയസ്സിലല്ലേ കല്യാണം കഴിച്ച്? കണ്ടിജൻസി ആർഗ്യുമെന്റ് പ്രകാരം
ഒരു ദൈവമല്ലാതെ പറ്റൂലല്ലോ. ആയിഷ ബീവിക്ക് 9ാമത്തെ വയസ്സിലല്ല റസൂലിന്റെ കൂടെ പോയത്. ഇത് മാത്രം അതിന് പകരം അടിസ്ഥാന വിഷയങ്ങളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പറ്റണം. ഒന്ന്, ഇത് ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ അടിസ്ഥാനപരമായി ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞതുകൊണ്ട് അയാളുടെ മനോഭാവം മാറുമോ? നമ്മൾ മറുപടി പറയുകയും ഓലിങ്ങനെ ചോദിക്കുകയും ചെയ്യാന്നുള്ള രീതി അല്ല. പോക്സോ കേസ് പറഞ്ഞല്ലോ, അങ്ങനെയാണെങ്കിൽ എൻ്റെ വല്യപ്പ പോക്സോ പ്രതിയായിരിക്കും. ഒരുവിധം എല്ലാവരും വല്യപ്പാര് പോക്സോ പ്രതികളായിരിക്കും അല്ലേ? അയാളോട് ചോദ്യം ചോദിച്ച ആളോടും ചോദിക്കേണ്ടതാണ്. എൻ്റെ വല്യമ്മാൻ്റെ കല്യാണം കഴിഞ്ഞ 10ാമത്തെ വയസ്സിലാണ്. അപ്പോ പോക്സോ പ്രതികൾ എന്നുള്ളതെല്ലാം പുതിയ കാല കോൺസെപ്റ്റ്സ് ആണ്. തൻവീർ ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ മനസ്സിലാക്കാനാണ് തൻവീർ പറഞ്ഞ വിഷയങ്ങൾ. അതല്ലാതെ ഇത് ഇവർക്ക് ഇങ്ങനെ വിശദീകരിച്ചു കൊടുത്തത് കൊണ്ട്, ഈ ചോദിക്കുന്നവർക്ക് പേഴ്സണലി വിശദീകരിച്ചു കൊടുത്തുകൊണ്ട് അടിസ്ഥാനപരമായ ഒരു മാറ്റം സംഭവിക്കൂല. അടിസ്ഥാനപരമായി മാറ്റം സംഭവിക്കണമെങ്കിൽ അടിസ്ഥാന വിഷയങ്ങളിലേക്ക് പോകണം എന്ന് അക്ബർക്ക പറയുന്നത് 6 വയസ്സാണ് ചോദ്യം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പതുക്കെ അതിൽ നിന്ന് വലിച്ച് അടിസ്ഥാന വിഷയത്തിലേക്ക് മാറ്റണം. കാരണം എന്താ, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് ശരിയാവൂല. കാരണം ഞമ്മന്റെ പ്രവാചകൻ 6ാമത്തെ വയസ്സിൽ നിക്കാഹ് ചെയ്യുകയും ചെയ്തു. അല്ല എന്നുണ്ടെങ്കിൽ 5 വയസ്സും 8 മാസം ഉള്ളപ്പോൾ നിക്കാഹ് ചെയ്യുകയും ചെയ്തു. അതിന് ഇനി എത്രത്തോളം ഇത് ചെയ്തിട്ടും കാര്യമില്ല. കാരണം മുമ്പുള്ള പ്രവാചകന്മാരാരും ഈ 6 വയസ്സുകാർ കൊച്ചിനെ കെട്ടുന്നതിനെ പറ്റിയൊന്നും പറഞ്ഞിട്ട് പോലും ഇല്ലല്ലോ. അപ്പൊ ഇദ്ദേഹമാണ് സ്വപ്നത്തിൽ വരെ ആയിഷനെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇവരുടെ അവകാശവാദം എന്താണ്? പ്രവാചകൻ കെട്ടുന്നതിന് മുമ്പേ, മുഹമ്മദ് നിക്കാഹ് നടത്തുന്നതിന് മുമ്പേ ആയിഷനെ വിവാഹം ആലോചിച്ച് പലരും വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇട്ടുകൊണ്ട് അങ്ങോട്ട് മറിച്ച് കൊണ്ടുവരികയാണ്. അപ്പോഴും CH മുസ്തഫ എന്താണ് പറയുന്നത്? 6 വയസ്സുള്ള ആയിഷനെ നിക്കാഹ് ചെയ്തത് ശരിയല്ല, ചെയ്തിട്ടില്ല എന്നാ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ MM അക്ബർ എന്താ പറയുന്നത്? ഇനി ആയിഷയുടെ വിഷയമായിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണം? പതുക്കെ നമ്മൾ അടിസ്ഥാന വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകണം. അടിസ്ഥാന വിഷയം പോയിട്ട് നിങ്ങളുടെ ആദ്യത്തെ അധ്യായമായ ഫാത്തിഹയുടെ വിഷയത്തിൽ പോലും നിങ്ങൾക്ക് ഒരു അടിസ്ഥാനം ഇല്ലാതെ നിൽക്കുകയാണ്. പിന്നാണ് അടിസ്ഥാന വിഷയത്തിലേക്ക് കൊണ്ടുപോകണമെന്നുള്ളത്. എന്താണ് MM അക്ബർ ഈ പറയുന്നത്? നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കും. ഒന്നെങ്കിൽ ആയിഷയ്ക്ക് 6 വയസ്സ്, അല്ലെങ്കിൽ 5 വയസ്സും 8 മാസവും, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവാചകൻ നിക്കാഹ് നടത്തി അല്ലെങ്കിൽ കെട്ടി. ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇസ്ലാമിന്റെ മാതാവാണ് ആയിഷ. അതിലങ്ങ് ഉറച്ചു നിൽക്ക്. എന്തിനാണെന്ന് ഓരോരുത്തരും വന്നിട്ട് ഇങ്ങനെ കള്ളത്തരം പറഞ്ഞു വരുമ്പോഴല്ലേ പ്രായമൊക്കെ മാറി പോകുന്നത്. ഇനി ഇവര് തന്നെ ഇറക്കിയ ഒരു പുസ്തകമുണ്ട്, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ എന്നും പറഞ്ഞിട്ട് ഒരു പുസ്തകമൊക്കെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ, മുസ്ലിങ്ങൾ തന്നെ. ആ പുസ്തകത്തിൽ എന്താണ് പറയുന്നത് അറിയോ? അത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം, കേൾക്കാതിരിക്കരുത് കേട്ടോ, ശ്രദ്ധിച്ചു കേൾക്കുക. പ്രവാചകലബ്ധിയുടെ 4ാം വർഷത്തിന്റെ ആരംഭത്തിൽ ആയിഷയുടെ ജനനവും 10ാം വർഷത്തിൽ 6ാം വയസ്സിൽ വിവാഹവും നടന്നുവെന്ന് ചരിത്രകാരനായ ഇബ്നു സയ്യിദ് അഭിപ്രായപ്പെടുന്നു. അദ്ദേഹത്തെ അനുകരിച്ച് മറ്റു ചില ചരിത്രകാരന്മാരും ഇതേ അഭിപ്രായം തന്നെ പ്രകടിപ്പിച്ചിരിക്കുന്നു. പക്ഷേ ഒരു വിധത്തിലും ഇത് ശരിയാവാൻ സാധ്യത കാണുന്നില്ല. എന്തുകൊണ്ടെന്നാൽ നുബുവത്തിന്റെ 4ാം വർഷത്തിന്റെ ആരംഭത്തിൽ ജനിച്ചുവെന്ന് അംഗീകരിച്ചാൽ നുബുവത്തിന്റെ 10ാം വർഷത്തിൽ അവരുടെ ആയസ് 6 അല്ല 7 ആയിരിക്കും. ഹിജ്റയുടെ 3 വർഷം മുമ്പ് 6ാം വയസ്സിലാണ് അവരുടെ വിവാഹം നടന്നത്. ഹിജ്റ 1ാം വർഷം ശവ്വാലിൽ മധുവിധു നടന്നു 18ാം വയസ്സിൽ, അതായത് ഹിജ്റ 11 റബിയുൽ അവലിൽ വിധവയുമായി. സർവാംകൃതമായ ചരിത്ര വസ്തുതകളാണിവ. ഇബ്നു സയ്യിദിന്റെ അഭിപ്രായം ഒരു ചരിത്ര വസ്തുതകളുമായി പൊരുത്തപ്പെടുന്നില്ല. തദടിസ്ഥാനത്തിൽ നുബുവത്തിന്റെ 5ാം വർഷത്തിന്റെ അന്ത്യം, അതായത് ഹിജ്റയുടെ 9 വർഷം മുമ്പ് ശവ്വാൽ ക്രിസ്തുവർഷം 614 ജൂലൈ ആയിരിക്കും അവരുടെ ശരിയായ ജന്മകാലം. ഇത് കേട്ട് കഴിഞ്ഞാൽ എങ്ങനെ ചിരിക്കാതിരിക്കും? 6 വയസ്സിനെ കൊണ്ടുവന്നിട്ട് 18 വയസ്സും 19 വയസ്സും ഒക്കെ ആക്കാൻ പോകുന്ന ആൾക്കാരുടെ ഗതികേട് അതിനെ തന്നെ ഇവരങ്ങ് പൊളിക്കുകയാണ്. ഇനി ഇതേ പുസ്തകത്തിൽ തന്നെ 36ാമത്തെ പേജ് 37 വായിക്കുമ്പോഴത്തേനും കാണാം, ഖദീജ നുബുവത്തിന്റെ 10ാം വർഷം ഹിജ്റയുടെ ഏതാണ്ട് 3 വർഷം മുമ്പ് റമദാനിൽ അന്തരിച്ചു. അതേ വർഷം 1 മാസം കഴിഞ്ഞ് ശവ്വാലിൽ ആയിഷയെ നബി വിവാഹം കഴിക്കുകയും ചെയ്തു. അന്ന് ആയിഷയ്ക്ക് 6 വയസ്സ് പ്രായമായിരുന്നു. ഇതനുസരിച്ച് ക്രിസ്തുവർഷം 620 മെയ്യിലാണ് ഹിജ്റയുടെ 3 വർഷം മുമ്പ് ശവ്വാലിൽ
ആയിഷയുടെ വിവാഹം അന്ന് നടന്നിരുന്നെങ്കിലും 3 വർഷത്തിന് ശേഷം 9-ാം വയസ്സിലാണ് ഭാര്യാഭർത്ത ബന്ധങ്ങൾ ഉണ്ടായത്. 6 വയസ്സായേ. അല്ല CH മുസ്തഫ മൗലവി, താങ്കൾ പറയുന്ന 6 വയസ്സിൽ നിക്കാഹ് നടന്നില്ല. ബാക്കിയുള്ള ചില പണ്ഡിതന്മാര് 6, 7, 8, 9, 18 എങ്ങനെങ്കിലും നിക്കാഹ് എന്നേക്കാളും മുഹമ്മദിനെ കൊണ്ട് നടന്നിട്ടുണ്ട്. ആയിഷയുമായിട്ടുള്ള നിക്കാഹ് നടന്നിട്ടുണ്ട്. എന്താണ് CH മുസ്തഫ താങ്കൾ ഇങ്ങനെ ആയിപ്പോയത്? ഇങ്ങനെയൊക്കെയാണോ വേണ്ടത്? താങ്കൾ ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്? അല്ലല്ലോ. താങ്കൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ടൊക്കെ വേണ്ടേ വന്ന് സംസാരിക്കാൻ? താങ്കൾ ഈ എഴുതിയിരിക്കുന്ന ഈ ഖുറാൻ അകംപൊരുൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തഫ്സീറുകളൊക്കെ ഇറക്കിയപ്പോഴത്തേന് അതൊക്കെ ഒന്ന് ആലോചിക്കണ്ടേ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വെറുതെ കയറി സംസാരിക്കുകയാണോ ചെയ്യുന്നത്? പണ്ഡിതന്മാർ പറയുന്നു. ഇനി അത് വേണ്ട, ഇനി നമുക്ക് ഇവരുടെ ഹദീസുകളൊന്ന് പരിശോധിച്ച് നോക്കാം. ഹദീസിൽ എന്താണ് പറയുന്നത് നോക്കാം. സ്വഹീഹ് മുസ്ലിം ഹദീസ് നമ്പർ 805, പേജ് 332. ആയിഷയിൽ നിന്ന്, എനിക്ക് 6 വയസ്സുള്ളപ്പോൾ റസൂൽ എന്നെ വിവാഹം കഴിച്ചു. 9 വയസ്സ് ആയപ്പോഴാണ് ഞാനുമായി അറ കൂടിയത്. അവർ തുടർന്നു, അങ്ങനെ ഞങ്ങൾ മദീനയിൽ വന്നു. 1 മാസം ഞാൻ പനിച്ചു കിടന്നു. എന്റെ മുടി കൊഴിഞ്ഞ് അല്പം മാത്രം ബാക്കിയായി. ഒരു ദിവസം ഉമ്മുറുമാൻ എന്ന് വെച്ചാൽ ആയിഷയുടെ മാതാവ് എന്റെ അടുത്ത് വന്നു. ഞാനപ്പോൾ കൂട്ടുകാരികളുമൊത്ത് ഊഞ്ഞാലാടുകയായിരുന്നു. അവരെന്നെ ഉറക്കെ വിളിച്ചു. ഞാൻ അവരുടെ അടുത്തെത്തി. അവരെന്നെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. അവരെന്റെ കൈ പിടിച്ച് വീടിന്റെ വാതിൽക്കൽ കൊണ്ടുപോയി നിർത്തി. ഞാൻ ഹാവു ഹാവു എന്ന് ചൊല്ലി. എന്റെ കിതപ്പാറിയപ്പോൾ അവരെന്നെ ഒരു വീടിനുള്ളിൽ പ്രവേശിപ്പിച്ചു. അവിടെ കുറെ അൻസാരി വനിതകൾ ഉണ്ടായിരുന്നു. അവർ എനിക്ക് നന്മയും അനുഗ്രഹവും സൗഭാഗ്യവും നേർന്നു. എന്റെ മാതാവ് എന്നെ അവരെ ഏൽപ്പിച്ചു. അവരെന്റെ തലമുടി കഴുകി എന്നെ അണിയിച്ചൊരുക്കി. പെട്ടെന്നതാ നബി കടന്നു വരുന്നു. പൂർവാഹന സമയത്ത് അപ്പോൾ അൻസാരി വനിതകൾ എന്നെ അദ്ദേഹത്തെ ഏൽപ്പിച്ചു കൊടുത്തു. സ്വഹീഹ് മുസ്ലിം ഹദീസ് നമ്പർ 805, പേജ് 332. അല്ല, ഈ 6, 7, 8, 9 എന്നൊക്കെ 18 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ തള്ളിക്കൊണ്ടു പോകുന്ന, ഇനി 6 വയസ്സിൽ കെട്ടിയിട്ടില്ല എന്ന് പോലും പറയുന്ന നിങ്ങൾ ഈ ഹദീസുകളൊന്നും വായിച്ചിട്ടില്ല. 6 വയസ്സുള്ളപ്പോഴാണ് റസൂൽ കെട്ടിയെന്ന് ആയിഷ തന്നെ പറയുന്നത്. നിങ്ങളുടെ ഇസ്ലാമിന്റെ മാതാവ് തന്നെ പറയുന്നു. എവിടെ? സ്വഹീഹ് മുസ്ലിമിൽ. ഇനി ബുഖാരിയിൽ എന്ത് പറയുന്നു എന്നുള്ളതോ നോക്കാം. സ്വഹീഹുൽ ബുഖാരി അധ്യായം 63, ഹദീസ് നമ്പർ 1591, പേജ് 645 പറയുകയാണ്, ആയിഷയിൽ നിന്ന്, ഞാൻ 6 വയസ്സുകാരിയായപ്പോഴാണ് നബി എന്നെ വിവാഹം ചെയ്തത്. ഞാൻ മദീനയിൽ വന്നു. ഹാരി ഗോത്രക്കാരുടെ അടുത്ത് താമസിച്ചു. അവിടെ വെച്ച് എനിക്ക് പനിച്ചു. എന്റെ മുടി കൊഴിയുകയും ചെയ്തു. പിന്നെ മുടി വർദ്ധിച്ചു. അപ്പോഴൊരിക്കൽ എന്റെ മാതാവ് ഉമ്മുറുമാൻ എന്റെ അടുത്ത് വന്നു. എന്നെ ഉറക്കെ വിളിച്ചു. ഞാൻ എന്റെ കൂട്ടുകാരികളുടെ കൂടെ ഊഞ്ഞാലാടുകയായിരുന്നു. ഞാൻ ഉമ്മയുടെ അടുത്ത് ചെന്നു. ഉമ്മയുടെ ഉദ്ദേശം എന്തെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്റെ കൈ പിടിച്ചു വീടിന്റെ വാതിക്കൽ കൊണ്ടുപോയി നിർത്തി. ഞാൻ കിതയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നെ ശ്വാസം സാവധാനമായി. ഉമ്മ അല്പം വെള്ളമെടുത്ത് എന്റെ മുഖവും തലയും തുടച്ചു. പിന്നെ അവർ എന്നെ വീടിനകത്ത് പ്രവേശിപ്പിച്ചു. വീട്ടിൽ കുറച്ച് അൻസാരി സ്ത്രീകളുണ്ടായിരുന്നു. നന്മയും ക്ഷേമവും ഉണ്ടാകട്ടെ, സൗഭാഗ്യമുണ്ടാകട്ടെ എന്നവർ പറഞ്ഞു. ഉമ്മ എന്നെ അവരെ ഏൽപ്പിച്ചു. അവർ എന്നെ ഒരുക്കി. റസൂലിന്റെ പൂർവാഹനത്തിലെ വരവല്ലാതെ എന്നെ ബോധവതിയാക്കിയില്ല. അവർ എന്നെ റസൂലിന് ഏൽപ്പിച്ചു കൊടുത്തു. ഞാനന്ന് 9 വയസ്സുകാരിയായിരുന്നു. സ്വഹീഹുൽ ബുഖാരി അധ്യായം 63, ഹദീസ് നമ്പർ 1591, പേജ് 645. ഇപ്പോഴെന്തായി? 6ആയി, 9ആയി, 8ആയി, 10ആയി, 18ആയി. ആകെ ഒരു ആയിഷയുണ്ട്, പല അഭിപ്രായമുണ്ട്. അപ്പൊ നിങ്ങള് ഇസ്ലാമിലെ പണ്ഡിതന്മാരെല്ലാവരും തീരുമാനിച്ചിട്ട് ഒരു വട്ടമേശ സമ്മേളനമൊക്കെ നടത്തി ഒരു ചെമ്പ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി, മൂരി ബിരിയാണിയൊക്കെ ഉണ്ടാക്കി, ആയിഷയ്ക്ക് എത്രയാണ് വയസ്സ് ആയത് എന്നുള്ളൊന്ന് പറയണേ. 6 ആണോ 7 ആണോ 8 ആണോ 9 ആണോ 10 ആണോ 18 ആണോ? ആകെ പ്രശ്നമുള്ളൂ. ഈ പുട്ടിന് പേരിടുന്ന കണക്ക് ഏതേലും സ്ഥലത്ത് നിന്നുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രസംഗിക്കുമ്പോൾ ഈ ക്രിസ്ത്യാനിറ്റിയുടെ പുസ്തകങ്ങളിലേക്ക് കയറി വന്നിട്ട്, ബൈബിളിലേക്ക് കയറി വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ എടുത്തു വെച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും ഇവിടെ തെളിയിക്കാൻ പറ്റാതെ കിടക്കുന്ന അനേക വിഷയങ്ങളുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ഇപ്പൊ ആയിഷയുടെ പ്രായം എത്ര? 5 വയസ്സ് കിട്ടുമോ? 6, 9, 10, 18? ഇനി ഈ 6 വയസ്സിലൊന്നും ബാല്യവിവാഹം നടന്നിട്ടില്ല എന്ന് പറയുന്ന CH മുസ്തഫ മൗലവിയുടെ അകംപൊരുളൊന്നും നോക്കണ്ടേ? അതിൻ്റെ അകത്ത് എന്താ എഴുതിയിരിക്കുന്നത് അതൊന്നും നോക്കാം. ഈ CH മുസ്തഫ മൗലവിയുടെ അകംപൊരുൾ പരിശോധിക്കുമ്പോൾ അതില് 2-ാം അധ്യായം പശു, അതിൻ്റെ അകത്ത് ഈ ആദത്തിന്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ട്. അത് നിങ്ങളൊന്ന് വായിക്കാം, മനസ്സിലാക്കണം.
അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആരാമത്തിൽ അധിവസിക്കുമ്പോൾ ആദം ഇണയോടൊപ്പമായിരുന്നു. ആരാണ് ആദമിന്റെ ഇണ? ഹവ്വ എന്നാണ് പേരെന്ന് പൂർവ്വവേദങ്ങളിൽ നിന്നും പ്രവാചക വചനങ്ങളിൽ നിന്നും മനസ്സിലാക്കാം. ഹവ്വ ആദമിനെ പോലെ സ്വതന്ത്ര സൃഷ്ടിയാണ്. ദൈവപ്രജയായ മനുഷ്യൻ ആദമിനെ പോലെ തിരഞ്ഞെടുക്കപ്പെട്ടവൾ. എന്നാൽ സ്ത്രീക്ക് സ്വതന്ത്രമായ അസ്തിത്വമുണ്ടെന്ന് അംഗീകരിക്കാൻ പ്രയാസമുള്ള പുരുഷ മേധാവിത്വ സിദ്ധാന്തങ്ങൾ അവളെ ആദമിന്റെ വാരിയിൽ നിന്ന് കഥകൾ കൊണ്ട് ഊരിയെടുത്തു. അന്ന് നിലവിലുണ്ടായിരുന്ന ജീവിവർഗത്തിൽ നിന്ന് ആദം തെരഞ്ഞെടുക്കപ്പെട്ട പോലെ ഹവ്വയും ദൈവവിധിയിൽ തെരഞ്ഞെടുപ്പിലൂടെ ആദമിലേക്കും തിരിച്ചും ഇണക്കപ്പെട്ടു എന്നാണ് ഖുറാനിക പരികൽപ്പന. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? നിലവിലുണ്ടായിരുന്ന ജീവിവർഗത്തിൽ നിന്ന് ആദത്തിനെ തെരഞ്ഞെടുത്തു എന്നാണ് CH മുസ്തഫ മൗലവി പറയുന്നത്. അല്ലയോ മുസ്തഫ മൗലവി, ഏതാണ് ആ ജീവിവർഗം? കുരങ്ങാണോ, പന്നിയാണോ, പട്ടിയാണോ, പൂച്ചയാണോ? ഏതിൽ നിന്നാണ് ആദത്തിനെ തെരഞ്ഞെടുത്തത് എന്നൊന്ന് പറയണേ. ഇതുകൊണ്ടും തീർന്നില്ല, ബാക്കിയും കൂടെ നമുക്കൊന്ന് നോക്കണ്ടേ. ദൈവത്തിന് സൃഷ്ടി നടത്താൻ തന്റെ സൃഷ്ടിയായ ആദമിനെ ഉറക്കിക്കിടത്തി വാരിയല് ഇളക്കിയെടുത്തുവെന്ന് പറയുന്നത് ദൈവത്തിന് നേരെയുള്ള ഗുരുതരമായ ആരോപണമാണ്. ഒരു ആത്മാവിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചവൻ അതിൽ നിന്ന് തന്നെ അതിന്റെ ഇണയെ സൃഷ്ടിച്ചു. ഈ വചനം ആദമിന്റെ ശരീരത്തിൽ നിന്ന് ഹവ്വായെ സൃഷ്ടിച്ചു എന്ന വാദത്തിന് തെളിവായി ഉദ്ധരിക്കാറുണ്ട്. ഈ സൂക്തത്തിൽ ശരീരം പരാമർശ വിഷയമേ അല്ല. ഒരു ആത്മാവിൽ നിന്ന് സൃഷ്ടിച്ചു. സർവ മനുഷ്യരെയും ദൈവത്തിന്റെ ഒരേ ആത്മാവിൽ നിന്നാണല്ലോ സൃഷ്ടിച്ചത്. അത് എങ്ങനെ വാരിയല് കഥയുടെ ന്യായീകരണമാകും? നഫ്സ് എന്ന അറബി പദത്തിന് സൂക്ഷ്മമായി ആത്മാവ് എന്നാണ് അർത്ഥം. അതിനെ വിഘടിച്ച് ആത്മാവും ശരീരം എന്ന് പറയുമ്പോഴേ നഫ്സ്, റൂഹ് എന്ന് ഉപയോഗിക്കാറുള്ളൂ. സ്ത്രീക്ക് ആത്മാവുണ്ടോ എന്ന സംശയത്തിലായിരുന്നു ഈ അടുത്തുവരെ പുരുഷാധികാര കേന്ദ്രങ്ങൾ. ദൈവത്തിന് സ്ത്രീ പുരുഷ ഭേദമില്ല. സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ ഒരാളുടെ കർമ്മവും നാം വൃഥാവിലാക്കില്ല. മതത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് പുരുഷമേൽക്കായ്മ പ്രചരിപ്പിച്ച ഖുറാൻ വിരുദ്ധവാദങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കിയ അസമത്വങ്ങളും തദ്ജ്ഞമായ അസ്വസ്ഥതകളും ചെറുതല്ല. ദീർഘകാലമായി സ്ത്രീ സമൂഹം അതിന്റെ വേവത്വങ്ങളിൽ വെന്തുരിയിട്ടുണ്ട്. പ്രവാചകന്മാരുടെ ദൗത്യ നിർവഹണത്തിൽ സ്ത്രീ പുരുഷ സാന്നിധ്യവും പങ്കാളിത്തവും ഭേദമില്ലാതെ ഉണ്ടായിരുന്നു എന്നത് വസ്തുതയാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ആദമിന്റെ ഭാര്യയിൽ നിന്ന് ഹവ്വായെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് ഗുരുതരമായ ആരോപണമാണ്. അതുകൂടാതെയോ നിലവിലുണ്ടായിരുന്ന ജീവിവർഗത്തിൽ നിന്ന് ആദത്തിനെ തെരഞ്ഞെടുത്തു എന്ന് പറയുന്നതാണ് യഥാർത്ഥമായ സത്യ തഫ്സീർ എന്നാണ് CH മുസ്തഫ മൗലവി പറയുന്നത്. അല്ലയോ മുസ്തഫ മൗലവി, താങ്കൾ ഈ പറഞ്ഞതും പ്രകാരം ശരിയാണെങ്കിൽ ഈ 6 വയസ്സുള്ള ആയിഷനെ മുഹമ്മദ് നിക്കാഹ് ചെയ്തില്ല എന്ന് താങ്കൾ പറയുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം അതിനെ അംഗീകരിച്ചു പോകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഏതാണ് യഥാർത്ഥ ടൈം? എന്തൊക്കെയുള്ള 6 വയസ്സുകാരി ആയിഷനെ മുഹമ്മദ് നിക്കാഹും ചെയ്തിട്ടുണ്ട്. പിന്നെ മുലകുടി ഹദീസുകളൊക്കെ ഉണ്ടല്ലോ, അതങ്ങനെയും പോകുന്നുണ്ട്. അതുകൊണ്ട് എന്നെ കേട്ട എല്ലാവരോടും പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിലേക്ക് തന്നെ തിരിയാൻ നോക്കുക. ഈ ഓരോ സ്ഥലത്ത് ചെന്നിട്ട് യേശുക്രിസ്തുവിനെയും ബൈബിളിനെയും പ്രവാചകനായ മുഹമ്മദ് ഞങ്ങളുടെ പ്രവാചകൻ കുറെ വിവാഹം ചെയ്തു, നിക്കാഹ് ചെയ്തു, വിവാഹവും നിക്കാഹും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ, നിക്കാഹ് ചെയ്തു, എന്നാ ബൈബിളിലേക്ക് നോക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറൊരാളും ഇറങ്ങിയിട്ടുണ്ട്. ദൈവം അനുവദിച്ചാൽ അദ്ദേഹത്തിന് ഞാൻ മറുപടി തരാം. അപ്പോൾ ഈ 6 വയസ്സുകാരി ആയിഷനെ നിക്കാഹ് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തക്കിയടിക്കാൻ വരുമ്പോൾ പിന്നെ എത്രാമത്തെ വയസ്സിലാണ്? അതൊന്ന് മനസ്സിലാക്കി കൊടുക്കണേ. എന്നെ കേട്ട എല്ലാവരോടും പറയാണ്, ഈ ഉഡായിപ്പുകളുമായിട്ട് വരുന്ന ഈ ഇസ്ലാമിക ഇത്തരം ടീമുകളെ നിങ്ങൾ സൂക്ഷിക്കുക. ഈ പരിപാടിയായിട്ട് ഈ കലത്തിലിട്ട് വേവിക്കാൻ വരണ്ട, ഈ പരിപ്പ് ഈ കലത്തിലിട്ട് വേവിക്കാൻ വരണ്ട എന്ന് തന്നെ പറയാൻ നിങ്ങൾ തയ്യാറാണ്. നിങ്ങൾ തിരിച്ചും മറുപടി പറയാൻ തയ്യാറാണ്. പിന്നെ റബേക്കയുടെ 3 വയസ്സുമായിട്ട് ഇനിയും കുറെ ഉണ്ട്. ഇപ്പൊ കമന്റ് ബോക്സിലേക്ക് വരും കേട്ടോ. 3 വയസ്സുള്ള കൊച്ചേ യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് പടക ഇറങ്ങി താഴെ ചെന്നിട്ട് അതിൽ നിന്ന് വെള്ളം കോരി കൊണ്ടുവന്ന് ഒട്ടകത്തിന് ഒഴിച്ചു കൊടുത്തു. 3 വയസ്സ്. എന്താ അവസ്ഥ? ഇനി വേണ്ട, 3 വയസ്സെന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരു 8 വയസ്സാണെന്ന് നീയൊക്കെ വാദിക്കുകയാണെങ്കിൽ 8 വയസ്സുള്ള കൊച്ചിനെയും കൊണ്ട് ഒരു കാര്യം ചെയ്യും, നീയൊക്കെ ഒന്ന് വെള്ളം കോരി കൊടുത്ത് കാണിച്ചാൽ ഒരു ഒട്ടകത്തിന് എത്ര ലിറ്റർ വെള്ളം വേണം, എത്ര പടവ് ഇറങ്ങി പോണം, അതുകൂടെ ഒന്ന് ചിന്തിക്കണേ. അതുകൊണ്ട് ഇത്തരം ഉടായ്പ് തരികിട പരിപാടികളുമായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട. ഓക്കെ, ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.